മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. മുൻ MLA അനിൽ അക്കര നൽകിയ പരാതിയിലാണ് അന്വേഷണം. കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് നേരെ അത്തരത്തിൽ ഒരു നീക്കം നടത്തിയത്. സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ രാമനിലയത്തിലുണ്ടായ സംഭവത്തിലാണ് പരാതി നൽകിയത്. അതിൽ അന്വേഷണത്തിന് തയ്യാറാകുന്നു കേന്ദ്രമന്ത്രിക്കെതിരെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുൻ MLA അനിൽ അക്കരയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. തൃശൂർ സിറ്റി ACPക്കാണ് അന്വേഷണത്തിന്റെ ചുമതല എന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നു. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, ഈ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് ആരംഭിച്ചോ പോലീസ്? ഇന്നലെയാണ് തൃശൂർ രാമനിലയത്തിൽ വെച്ച് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തൊരു സംഭവം ഉണ്ടായത്. അതായത് നടൻ മുകേഷ് MLA കൂടിയായ നടൻ ആവശ്യം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സിനിമാ പീഡന പരാതികളുമായി ബന്ധപ്പെട്ട് മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം BJP നേതൃത്വം, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടായിരുന്നു സുരേഷ് ഗോപിയുടെ. സുരേഷ് ഗോപി പറയുന്നത് ഇത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന കഥകളാണ്, മാധ്യമങ്ങൾക്ക് ഇതൊരു ഒരു തീറ്റയാണ്, ഇത്തരം ആരോപണങ്ങൾക്ക് ഒരു തീറ്റയാണ് എന്ന രീതിയിൽ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ K. സുരേന്ദ്രൻ അത് തിരുത്തുകയും സുരേഷ് ഗോപി നടന്നെന്ന രീതിയിൽ സുരേഷ് ഗോപി പറഞ്ഞതാണ് BJPയുടെ നിലപാട് മുകേഷ് രാജിവെക്കണമെന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സുരേഷ് ഗോപിയുടെ നിലപാട് തേടി, സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടി മാധ്യമങ്ങള് സുരേഷ് ഗോപി നിലപാട് തേടുന്നു. ആ സമയമാണ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് നേരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇന്നലെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ അന്വേഷണത്തിന് ഒരുങ്ങുന്നത്. MLA അനിൽ അക്കര നൽകിയ പരാതിയിലാണ് അന്വേഷണം. തൃശൂർ സിറ്റി ACPക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. പരാതിയിൽ നാളെ രാവിലെ അനിൽ അക്കരയുടെ മൊഴി രേഖപ്പെടുത്തും. രാവിലെ 11 മണിക്ക് ACPയുടെ ഓഫീസിലെത്താനാണ് അനിൽ അക്കരയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിന് പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കണമോ എന്ന കാര്യം തീരുമാനിക്കുക. നേരത്തെ മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന സംഭവത്തിൽ, മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് പിന്നെ വലിയ വിവാദം ഒക്കെ ആയതാണ്. അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും തൃശ്ശൂരിൽ വെച്ച് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുന്ന സംഭവം അത് വലിയ വിവാദമാവുകയും ചെയ്തിരിക്കുന്നത്. ടോം, ഇതിൽ BJPയുടെ സ്റ്റാൻഡും അപ്പം സുരേഷ് ഗോപിയുടെ സ്റ്റാൻഡും അത് വ്യത്യസ്തമാകുന്നു. അത് ചോദ്യം ചെയ്യപ്പെടുന്നതിൽ ക്ഷുഭിതനായിട്ടായിരുന്നു. മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സുരേഷ് ഗോപി ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ കൃത്യമായും തള്ളി നീക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിഷ്വൽസ് എവിഡൻസ് ആണ്, അത് തെളിവായിട്ട് തന്നെ രേഖപ്പെടുത്താം. പക്ഷെ അപ്പോഴും കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തിൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടോ അനിൽ അക്കര? ഇന്നലെ അനിലക്കരയാണ് ഈ പരാതി നൽകുന്നത്. സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ സിറ്റി പോലീസിന് പരാതി നൽകുന്നത്. നേരത്തെ ഇതിനു മുൻപ് നമുക്കറിയാം കോഴിക്കോട് വെച്ചന്ന് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർ. ഒരു നിമിഷം, ഇപ്പോൾ മുൻ MLA അനിൽ അക്കര പരാതിക്കാരൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽ അക്കര, ഈ അന്വേഷണം അത് ആരംഭിച്ചു എന്നുള്ളത് അതിനെ സ്വാഗതം ചെയ്യുന്നില്ലേ? അല്ല, എന്നെ കുറച്ചു മുമ്പാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് വേണ്ടി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫീസിന് വിളിച്ചത്. ഈ കേസിൽ മൊഴിയെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ നാളെ രാവിലെ കളക്ടറേറ്റിന്റെ മുന്നിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിക്കാൻ ആവശ്യമുള്ള സമരങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനുശേഷം മൊഴി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നാളെ നേരിട്ട് പോയി ഹാജരായി മൊഴി നൽകും? അല്ല, അവര് എന്നോട് എന്റെ ഓഫീസിൽ വന്ന് മൊഴി എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായി മൊഴി കൊടുക്കുമല്ലോ. കാരണം ഞാനൊക്കെ രാമനിലയം കാണുന്നത് കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കാലത്ത് രാമനിലയം കാണുന്നതാണ്. K. കരുണാകരനെ പോലെ അധികായകരായ രാഷ്ട്രീയ നേതാക്കന്മാർ മൊഴി കൊടുക്കുന്ന പത്രക്കാരോട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും വഴി മുടക്കി എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. നമ്മളൊക്കെ കണ്ടത് സുരേഷ് ഗോപി ഡോർ തുറന്ന് കാറിന്റെ അകത്തേക്ക് പോകുന്ന സുരേഷ് ഗോപി തിരിച്ചു വന്ന് മാധ്യമപ്രവർത്തകരെ തല്ലാൻ ശ്രമിക്കുന്നതാണ്. അതൊരു കാരണവശാലും ജനാധിപത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെ സംസ്കാര സമ്പന്നമായ നാട്ടിൽ നടത്താൻ അനുവദിക്കില്ല. അത് സുരേഷ് ഗോപിയല്ല, ആരായാലും സമ്മതിക്കില്ല. ഉറപ്പായും സുരേഷ് ഗോപിയുടെ ആ ദൃശ്യങ്ങൾ അത് അത്രമാത്രം പ്രചരിക്കുകയും ചെയ്തതാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? ഇദ്ദേഹത്തെ ഇങ്ങനെ ക്ഷുഭിതനാക്കിയത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളാണോ അതോ അദ്ദേഹത്തിന് അതിന് മറുപടിയില്ലാത്തതാണോ?
അല്ല, അത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടറിയാലോ. ഇവിടെ പിന്നെ ഒരു CPM MLA മുകേഷ് ഉൾപ്പെട്ട നിരവധിയായ പീഡന കേസുകളിൽ അദ്ദേഹത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കുമ്പോൾ താമര ചിഹ്നത്തിൽ ജയിച്ച ഒരു BJPയുടെ MP-യും കേന്ദ്രമന്ത്രിയും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിനൊപ്പം സുരേഷ് ഗോപിയുടെ പേരുണ്ടോ? അങ്ങനെ ഒരു ഭയം അദ്ദേഹത്തിനുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഇദ്ദേഹത്തിന്റെ പാടും മാതിരിയും കാണുമ്പോൾ ഇതിനകത്ത് അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു വലിയ കുറ്റബോധമല്ല, ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നൊരു മനസ്സ് അദ്ദേഹത്തിന് ഉണരുന്നുണ്ടോ എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിനകത്ത് വരുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ബന്ധമുണ്ടാകാം. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കുന്നതിന്റെ തുടക്കമാണ്. എന്തായാലും അതൊക്കെ മറ്റൊരു വിഷയം. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായാണെങ്കിലും നിർഭയമായി അവർക്ക് ജോലി ചെയ്യാനൊരു അവസരം ഉണ്ടാക്കണമെന്നുള്ളത് ഭരണഘടന വരെ നൽകിയിട്ടുള്ള അംഗീകാരമാണ്. അത് സംരക്ഷിക്കപ്പെടണം. തൃശ്ശൂര് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരുള്ളപ്പോൾ അവരെ ഞങ്ങൾ പിന്തുണയ്ക്കും. ഉറപ്പായും വലിയ ഒരു നടപടിയാണ് താങ്കൾ സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, ആ ഒരു സാഹചര്യം കൂടി കണക്കിലാക്കേണ്ട സാഹചര്യമുണ്ട്. ഒരു തരത്തിലും അദ്ദേഹം ചെയ്തതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ അന്വേഷണത്തെ അതൊക്കെ സ്വാധീനിക്കുമെന്നുള്ളൊരു ഭയമുണ്ടോ? അല്ല, അന്വേഷണത്തെ സ്വാധീനിച്ചു കഴിഞ്ഞല്ലോ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM BJP ഡീലുമായി ബന്ധപ്പെട്ടുണ്ട്. കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോ പോലീസ് അല്ലെങ്കിൽ ED ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകാത്ത അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാനൊരു നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ അറ്റത്തിലേക്ക് പോകും. കോടതിയുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിക്കും. ഞാൻ പരാതി കൊടുക്കുകയും കേസ് കൊടുത്ത ആളുകളൊക്കെ ജയിലിലാണ് ഭൂരിഭാഗം ആളുകളും. അപ്പോൾ ഏതറ്റം വരെയും അത് ന്യായം കിട്ടുന്നവരെ നിയമ നടപടി മുന്നോട്ട് പോകും. അല്ല, അത് അങ്ങനെയാണല്ലോ. ലൈഫ് മിഷൻ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണല്ലോ. കരുവന്നൂർ കേസിലെ പ്രതികൾ ജയിലിലാണല്ലോ. ഹൈറേഞ്ച് കേസിലെ പ്രതികൾ ജയിലിലാണല്ലോ. അത് നമ്മളൊരു പോരാട്ടം തുടങ്ങുമ്പോൾ ന്യായത്തിന്റെ വശത്ത് നിന്നാണ് ആ പോരാട്ടം തുടങ്ങുക. അതിനകത്ത് എന്ത് നഷ്ടം വന്നാലും രാഷ്ട്രീയമായും പാർലമെന്ററി രംഗത്തെ അധികാരങ്ങളാണെങ്കിലും ഒക്കെ അതൊന്നും നമ്മുടെ മുന്നിൽ ഒരു തടസ്സമല്ല. റൈറ്റ്. താങ്ക് യു സോ മച്ച്. അനിൽ അക്കരയാണ് പ്രതികരിച്ചത്. അനിൽ അക്കരയാണ് പരാതി നൽകിയത്. അനിൽ അക്കരയുടെ മൊഴി നാളെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരെയുള്ള അന്വേഷണത്തിൽ തൃശൂർ സിറ്റി ACPക്കാണ് അന്വേഷണ ചുമതല. ടോം കുര്യാക്കോസ് തുടരുന്നുണ്ട്. ടോം, ഇപ്പോൾ അനിൽ അക്കര സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ സുരേഷ് ഗോപിയുടേത്. ഇതിൽ ന്യായമായും അന്വേഷണം വേണം. അതിൽ ഒരു തീർപ്പ്, ഒരു ന്യായത്തിലേക്ക് തന്നെ അവസാനം എത്തുകയും വേണം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ അന്വേഷണത്തിൽ മുഴുവൻ മാധ്യമ പ്രവർത്തകരെ അപ്പോൾ ഉണ്ടായിരുന്നവരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണോ പോലീസ് ശ്രമിക്കുക? എന്തോ ഒരു കാര്യം വ്യക്തമാണ്. കാരണം ഈ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ ചോദ്യം ചോദിച്ചപ്പോൾ, പ്രതികരണം ആരാഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പോലീസ് അത് കേസെടുക്കേണ്ടി വരും. പക്ഷെ അത് ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദം, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയാണ്, സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെങ്കിൽ, മറ്റു നടപടികളിലേക്ക് കിടക്കണമെങ്കിൽ അതിൻ്റെതായ ചില നടപടിക്രമങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു ചുരുക്കപ്പെട്ടുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്ന കാര്യം സംശയമാണ്. സ്വാഭാവികമായും ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പക്ഷേ എന്തായാലും ഈ അനിലക്കരയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത് തന്നെ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കാരണം മാധ്യമങ്ങളെ സുരേഷ് ഗോപി തുടർച്ചയായി അധിക്ഷേപിക്കുന്നത് നമുക്കറിയാം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പരിഹാസ രൂപേണ സംസാരിക്കുക, അതല്ലെങ്കിൽ അവരുടെ ഒരു പുച്ഛ മനോഭാവം സുരേഷ് ഗോപിക്ക് പൊതുവെ ഉള്ളതാണ്. സുരേഷ് ഗോപിയുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഇന്നലെ കണ്ടത് പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രകോപിതരാകുന്ന, ചോദ്യങ്ങളോട് അസഹിഷ്ണുതയോടുകൂടി പ്രതികരിക്കുന്ന ഒരു സുരേഷ് ഗോപിയെ നമുക്ക് ഇന്നലെ കാണാൻ കഴിയുന്നത്. ഇതാണ് വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമായത്. ഇതിനു മുൻപ് ഒരു സാധാരണ ഒരു നടൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിലാണ് ഇതിനു മുൻപുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതല നിൽക്കുന്ന വ്യക്തിയാണ്. ഒരു MP ആണ്, തെരഞ്ഞെടുക്കപ്പെട്ടത് MP ആണ്, കേന്ദ്രമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മര്യാദ, നേരത്തെ അനിലക്കര സൂചിപ്പിച്ചതുപോലെ ഈ തൃശ്ശൂർ രാമനിലയത്തില് ഈ K കരുണാകരനെ പോലെയുള്ള രാഷ്ട്രീയ അധികാരികൾ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരോട് പെരുമാറിയതെന്നൊക്കെ ആർക്കും ഒരു പാഠമാക്കാവുന്നതാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ, അത് ഒരു വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതിയുമായി അനിലക്കര മുന്നോട്ട് പോയത്. നാളെ അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരെ എല്ലാവരെയും അവരുടെ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കേസെടുക്കണമോ വേണ്ടോ എന്ന കാര്യം പോലീസ് തീരുമാനിക്കുകയുണ്ടോ.
റൈറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉറപ്പാണ് സുരേഷ് ഗോപി അവിടെ മാന്യമായ രീതിയിലല്ല പ്രതികരിച്ചത് മാധ്യമങ്ങളോട്. അക്കാര്യം ദൃശ്യങ്ങളിൽ സുവ്യക്തമാണ്. എന്നാലും കേസ് അന്വേഷണം അത് ഏത് ഘട്ടത്തിൽ ഏതൊക്കെ തരത്തിൽ നീങ്ങുമെന്ന് കാത്തിരിക്കാം. പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രിയാണ്. പോലീസിന് ചില നിയമോപദേശങ്ങളൊക്കെ തേടേണ്ടിയും വരും. അങ്ങനെ സങ്കീർണമായിട്ടുള്ള സാഹചര്യമുണ്ട്. ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത് ഈ വാർത്തയിൽ. ലൈവ് 6 തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.